എല്ലാവർക്കും നമസ്കാരം. ധ്വനികലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ കീർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. വള്ളുവനാടൻ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ചെറിയ കീർത്തനങ്ങൾ. അപ്പോൾ അതിലെ മായേ മംഗളശീലെ അങ്ങനെ തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. ചെറിയ കീർത്തനമാണ്, എല്ലാവർക്കും പാടി പഠിക്കാൻ പറ്റുന്ന ഒരു കീർത്തനമാണ്. ഈ കീർത്തനം ബിലഹരി രാഗത്തിലാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പാടിത്തരാറുള്ളത്. ബിലഹരി രാഗത്തിലാണ്. ബിലഹരി രാഗം പരിചയപ്പെടുത്തുകയാണെങ്കിൽ സിനിമാ ഗാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല, എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണത്. പിന്നെ ജനനി ജഗജനനി, പിന്നെ പ്രിയതമ, പ്രണയലേഖനം എങ്ങനെ എഴുതണം, ഇതെല്ലാം ബിലഹരി രാഗത്തിലാണ്. ബിലഹരി രാഗത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വീരരസ പ്രാധാന്യം ഉള്ള ഒരു രാഗമാണ് ബിലഹരി. പിന്നെ മ്യൂസിക് തെറാപ്പി, അതിനൊക്കെ ചികിത്സയ്ക്കൊക്കെ വളരെയധികം ഉപയോഗിച്ചു വരുന്ന ഒരു രാഗം കൂടിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മായമംഗളശീല ബിലഹരി രാഗത്തിൽ നമുക്ക് പാടി പഠിക്കാം. ഈ 2 തവണ ഒരു വരി പാടും. അപ്പോൾ രണ്ടാമത്തെ വരിയിൽ ഏറ്റ് പാടി നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് പാടാൻ തുടങ്ങാം. ആദ്യം രാഗം, ചെറുതായിട്ട് രാഗം ഒന്ന് പാടി അതിന് ശേഷം നമുക്ക് പദത്തിലേക്ക് പോവാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇടുന്നത് അതേപടി നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം കൂടി ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് പഠിക്കുക. ചെറിയൊരു കീർത്തനമാണ്, ഭഗവതിയുടെ ചെറിയൊരു കീർത്തനമാണ്, എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബിലഹരി രാഗത്തിലാണ് ഇത്. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. മായേ മംഗള ശീലേ ജയ ജയ മായേ മംഗള ശീലേ ജയ ജയ കായേ ശുംഭ നിശുംഭ അസുരരേ. പാടി തുടങ്ങുന്ന സമയത്ത് ഈ പെട്ടെന്ന് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന വാക്കുകൾ കീർത്തനങ്ങളുടെ ഇടയിലുണ്ടാവും. അപ്പോൾ ഇതിൽ തായേ അമ്മയെന്ന് വിളിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു പവറോടുകൂടി ആ ഒരു ഭാഗം പാടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആസ്വദിക്കാനും ആസ്വദിച്ച് പാടാനും നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ തായേ തുടക്കം വരുന്ന മായേ മംഗള
ആ വാക്കിനോട് സാമ്യം ഉണ്ടാകുന്ന ഒരു ടോണും കൂടി അതിൽ ചേർത്തി കഴിഞ്ഞാൽ ആ പാട്ടിന് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, ആസ്വദിക്കാനും കഴിയും. കൂടുതലും ഭക്തി അതിൻ്റെ ഉള്ളിലിങ്ങനെ എപ്പോഴും ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് കൂടുതലും അത് ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ, കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാടാം. മായേ മംഗള ശീലേ ജയ ജയ മായേ മംഗള ശീലേ ജയ ജയ കായേ ശുംഭ നിശുംഭ അസുരരേ കായേ ശുംഭ നിശുംഭ അസുരരേ മായ മോഹന രൂപ അതായൊരു മായ മോഹന രൂപ അതായൊരു രൂപം അതായൊരു എന്നാണ്. അപ്പോൾ മുറിച്ച് പാടുന്ന സമയത്ത് രൂപം അതായൊരു എന്ന് തന്നെ മുറിച്ച് പാടണം. രൂപം എന്നിട്ട് മതായൊരു എന്ന് പാടരുത്. മായ മോഹന രൂപ അതായൊരു മായ മോഹന രൂപ അതായൊരു കായം മുടിക്കൊടു ഭദ്രേ കായം കനുനിൽ മുടിക്കൊടു ഭദ്രേ പോരാടിന മഹിഷ അസുരരേ പോരാടിന മഹിഷ അസുരരേ വേരര കരുതീന ദേവി വേരര കരുതീന ദേവി. ഇതിലെ മഹിഷാസുര, ആ മഹിഷ എന്നൊക്കെ പാടുന്ന സമയത്ത് നന്നായിട്ട് അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് വേണം ചൊല്ലാൻ. പിന്നെ ഈ വരിയിൽ ദേവി വേരറവെന്നു അത് കഴിഞ്ഞിട്ടുള്ള ദേവി എന്നുള്ള ആ ദേവി എന്നൊക്കെ പാടുന്ന സമയത്ത് ശരിക്ക് ദേവി വിളിക്കുന്ന പോലെയുള്ള ഒരു ഫീൽ അവിടെ കൊടുക്കണം. വേരറ കരുതീന ദേവി പാരാതേ നിൻ പാദ സരോജോ പാരാതേ നിൻ പാദ
സരോജോ നേരേ മമ ഹൃദി തോന്നിടുക നേരേ മമ ഹൃദി തോന്നിടുക കീർത്തനം പാടി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാരാതേനി പാദസരോജം നേരെ മമ ഹൃദി തോന്നിയിടുക മാം. മാം എന്ന് പാടിക്കഴിഞ്ഞാൽ ആദ്യമായ മംഗളശീല എന്ന് പാടാം. ആ ഒരു വരി പാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 2 വരി പാടുന്ന ആ ഒരു ലെങ്ത്ത് ആ രാഗം തന്നെ ഒന്ന് മൂളി ആകാരത്തിൽ ആലപിച്ചതിന് ശേഷം നമുക്ക് മുത്താരിപ്പ് വെച്ച് അവസാനിപ്പിച്ച കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഒന്നുകൂടി അത് പാടാം. നേരേ മമ ഹൃദി തോന്നിടുക അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം മായമംഗള ശീലേ ജയാന്ന് അതിൽ അവസാനിപ്പിച്ച് നമുക്ക് കീർത്തനം മുഴുമിപ്പിക്കാം. അപ്പോൾ അത് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ദേവിയുടെ കീർത്തനമാണ്. അപ്പോൾ എല്ലാവർക്കും പാടി പഠിക്കാം, എളുപ്പത്തിൽ ഏറ്റു പാടി പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം നിങ്ങളുടെ മുന്നിലെത്തും. നമസ്കാരം.